മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. CPM-ന്റെ ഈ മുസ്ലിം സ്നേഹത്തിലൊക്കെ പലപ്പോഴും ആകർഷകരാവുണ്ടെങ്കിലും അതൊക്കെ വെറും താൽക്കാലികമാണ്. അത് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം ഇതാണ്: ദ ലോ ഓഫ് ഡിസിഷൻ വേർ ദ പാർട്ടീസ് ആസ് മുസ്ലിം ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ. കാരണം എന്ന് വെച്ചാൽ ഈ രാജ്യം അങ്ങനെ തകരാൻ പാടില്ല. നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കേവലം ഒരു വാക്കുകൾ മാത്രമൊന്നുമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് നിർബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ നാട്ടിൽ എല്ലാവരും വേണം, എല്ലാവരും നിലനിൽക്കണം. നമുക്കൊക്കെ ഉള്ള അനുഭവം അത് തന്നെയാണ്. ഏതു തീവ്ര നിലപാടും ഒരിക്കലും ഒരാളെയും നന്നാക്കല്ല ചെയ്യുക. ഖുർആൻ തന്നെ വെളിച്ചമായിരിക്കെ അതെന്തിനാണോ ഇരുട്ടിലെത്തി പഠിപ്പിക്കുന്നത്? അതായത് അത് ഇരുട്ടത്ത് പഠിപ്പിക്കേണ്ട ഒന്നല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ 10 വർഷക്കാലം മോദിയുടെ ഭരിക്കാനുണ്ടായ സാഹചര്യവും വീണ്ടും മോദി അധികാരത്തിൽ വരും എന്നുള്ളൊരു ഭയം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ തകർത്ത് തന്നെയാണ്. അതിലെല്ലാവർക്കും പങ്കുണ്ട്. കോൺഗ്രസിലുള്ളവർക്ക് പോലും കോൺഗ്രസിനെ തകർത്തതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതേ സമയത്ത് തന്നെയാണ് ലീഗ് പോലുള്ള, മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ ശ്രമം നടക്കുന്നത്. ഇപ്പം ഈ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കയറി വരാമെന്നും ഞങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണെന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടക്കിടയ്ക്ക് പ്രസ്താവന നടക്കുന്ന നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. ഇതുപോലും യഥാർത്ഥം എന്തിനാണ്? മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് കൊണ്ട് മാത്രമായിരിക്കാം മുസ്ലിം ലീഗ് ആ ഒരു ക്ഷണം ഇടക്കിടയ്ക്കുണ്ടായ ക്ഷണം സ്വീകരിക്കാത്തത്. പക്ഷെ എങ്കിൽ പോലും ചില സംഘടനകളെ, മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിം സംഘടനകളെ ചില രീതിയിൽ കീഴടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്ന് ഞാൻ പറയാം, അതായത് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്. ആ പൊളിറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് LDFും UDF ആണ്. എൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണം എന്ന് എനിക്ക് പറയാം. ഇപ്പോൾ UDF തന്നെ എല്ലാ കാലത്തും അധികാരത്തിലിരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ LDFന് പല അർത്ഥത്തിലുള്ള ദൗർബല്യങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു നീണ്ട 10 കൊല്ലത്തെ ഭരണം. സ്വാഭാവികമായിട്ട് അത് മറ്റൊരു അങ്ങനത്തെ ചില മുഷിപ്പിച്ചു. അത് മറ്റൊരു അതിൻ്റെ അഴിമതി അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളെക്കാളേറെ ഈ ഇക്വേഷനെ അപകടകരമായി ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ മുസ്ലിം ലീഗ് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ആ സ്പേസ് ആരുടെ അടുക്കലേക്കാണ് പോവുക? ഇതൊരു മാരകമായ ചോദ്യമാണ്. അത് വലിയൊരു ചോദ്യമാണ്. ആ സ്പേസ് സ്വാഭാവികമായിട്ടും ഈ എല്ലാവരും രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളാണ്. നല്ലൊരു ശതമാനവും രാഷ്ട്രീയക്കാർ. ഇപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ പറയുന്ന പോലെ കോൺഗ്രസിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന സംഭവമൊന്നുമല്ല. ഇപ്പോൾ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന വിശ്വനാഥൻ മേനോനല്ലേ, വിശ്വനാഥ മേനോൻ തന്നെ അവസാനം അദ്ദേഹം BJP പോയി. ഇതെല്ലായിടത്തും സംഭവിക്കും. നമ്മളിതൊരു പാർട്ടിയുടെ പ്രശ്നമായിട്ട് കാണാനില്ല. കാരണം വെച്ചാൽ മനുഷ്യൻ അധികാരത്തിന്റെ പിന്നാലെ ആയതുകൊണ്ട് തന്നെ ഈ അധികാരം എവിടെയെങ്കിലും വെച്ച് അവർക്ക് കിട്ടാതെ പോകുന്ന സമയത്ത് ഒരു മറ്റൊരു ഭാഗത്ത്. പക്ഷെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഈ ഇക്വേഷന് ഹാനി ഉണ്ടാവുന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ CPM-ലേക്ക് ലീഗ് ഒരു മുന്നണി പോയാൽ ലീഗിനെ ഒരിക്കലും CPM-ന് അത്ര വലിയ കാര്യമായി അംഗീകരിക്കാതെ കഴിയില്ല. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഈ ഇക്വേഷൻ തകരും എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. ഇത് തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഈ മുസ്ലിം സ്നേഹത്തിലൊക്കെ പലപ്പോഴും ആകർഷകരാവുണ്ടെങ്കിലും അതൊക്കെ വെറും താൽക്കാലികമാണ്. താൽക്കാലികമായിട്ടുള്ള ചില കൗതുകങ്ങൾ മാത്രമാണ് അതിലൊക്കെ. കാരണം എന്താ വെച്ചാൽ അടിസ്ഥാനപരമായി എന്താണ് CPM എന്ന് പറയുന്നത്? ഒരു രേഖ, ചരിത്രരേഖ ഇങ്ങനെ വായിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മുസ്ലിം ഇഷ്യൂസിൽ CPM-ന്റെ നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ ശരീഅത്ത് വിവാദം നമുക്കറിയാം. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് വിട്ടുപോയത്? തിരിച്ചു ഇത് ഒറ്റ കാരണം, അതായത് ശരീഅത്ത് വിവാദം. ശരീഅത്ത് കാലത്ത് എന്താ EMS പറഞ്ഞത്? അതായത് ശരീഅത്ത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ദൈവിക നിയമമാണെന്നാണ് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അത് അള്ളാഹുവിൻ്റെ നിയമം എന്ന നിലയിൽ അതിൻ്റെ പവിത്രത ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ അതിൻ്റെ മറ്റു തർക്കങ്ങളിലേക്കല്ല ഞാൻ പോകണം. പക്ഷെ അവിടെ ഈ ആചന്ദ്രതാരം അത് നിലനിൽക്കണമെന്ന് ഏതെങ്കിലും മുല്ലാക്കയോ തങ്ങളോ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല എന്ന് പ്രസ്താവന ഇറക്കിയത് EMS. അന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ഒരാളാണ് അബ്ദുൽ സമദ് സമദാനി. അതിനെതിരെ അന്ന് ശരീഅത്ത് വിവാദകാലത്ത് ഷംസുൽ ഉലമ, അതായത് EK പ്രൊഫസർ, വലിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹമൊക്കെ ആശീർവദിച്ചു വിട്ട ഒരാളാണ്. ഇന്ന് പൊന്നാനി സ്ഥാനാർത്ഥിയായിട്ടുള്ള സമദാനിയൊക്കെ. അപ്പോൾ അന്ന് ശരീഅത്തിനെതിരായിട്ട് എല്ലാ ഗ്രാമാന്തരങ്ങളിലും പ്രസംഗിച്ചതാണ് CPM. ഇന്ന് CPM-ന് ആ മാറ്റം ഉണ്ടോ? ഇല്ല. ഇതിൽ വേറൊരു ഇടയ്ക്ക് ഞാൻ പറയാം, അതിൽ CPM പ്രചരിപ്പിച്ച അന്ന് എന്താന്ന് പറഞ്ഞാൽ ഇത് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമമാണെന്നാണ്. ശരീഅത്ത് എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിക്കാനുള്ള നിയമം എന്നുള്ള രീതിയിലാണ്. ആ രീതിയിലാണ് പ്രചരിച്ചത്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയാം. ഒരിക്കൽ ഈ ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് തന്നെ ഏക സിവിൽ കോഡ് സംബന്ധിയായിട്ടുള്ള ചർച്ചയിൽ ഒരിക്കലൊരു മാർക്സിസ്റ്റ് നേതാവ് പറഞ്ഞ ഒരു വലിയ വിവരക്കേട് എന്താ വെച്ചാൽ
ഇപ്പൊ ഈ ശരീരത്തോടെ നടപ്പിലാക്കണം നിങ്ങൾ പറയുകയാണെങ്കിൽ കട്ടവന്റെ കൈവെട്ടണം, അല്ലെങ്കിൽ കള്ള് കുടിച്ചവരെ ഇത് ഞാൻ പറഞ്ഞത് ഇതൊന്നും അല്ല. ഇതൊക്കെ ശരീരത്തിന് രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നൊക്കെ വരുന്നിടത്ത് മാത്രമാണ് ഇസ്ലാമിൻ്റെ ക്രിമിനൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട അതിൻ്റെ പീനൽ സെക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നുള്ളൂ. മറിച്ച് ഇവിടെ ഇന്ത്യയിലൊരു ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ട്, 1937 ഇത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തൊരു സംഭവമാണ്. അതായത് ഈ വിവാഹാനന്തരമായ ചില തർക്കങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് ഈ വിവാഹമോചനാധികാരങ്ങളുമായി ബന്ധപ്പെട്ടും വരുന്നതും, അതോടൊപ്പം തന്നെ വഖഫ് അങ്ങനെയുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒരു 14 വിഷയങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അത് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം ഇതാണ്: ദ ലോ ഓഫ് ഡിസിഷൻ വേർ ദ പാർട്ടീസ് ആസ് മുസ്ലിം ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ. അതായത് ഇവിടെ തീരുമാനം എടുക്കേണ്ട നിയമം പാർട്ടികൾ രണ്ടുപേരും മുസ്ലിങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ, അവിടെ മുസ്ലിം പേഴ്സണൽ ലോ എടുക്കണം. ഇതാണ് ഇന്ത്യയിലെ ശരീഅത്ത് ആക്ട്. ഈ ശരീഅത്ത് ആക്ട് പ്രകാരമുള്ള നിയമങ്ങൾ പാടെ മാറ്റിക്കളയണമെന്നാണ് ഇപ്പോൾ UCC പറയുന്നത്, അതായത് യൂണിയൻ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP പറയുന്നത്. ഇതേ സംഭവത്തിന്റെ ഉള്ളടക്കത്തെ എങ്ങനെയാണ് ഇടതുപക്ഷ ചേരി കാണുന്നത്? ആ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇല്ലാന്നല്ല, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അവർ ഇത്രേ പറയണുള്ളൂ, അത് BJP നടപ്പാക്കണ്ട, ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ നടപ്പാക്കിക്കോളാം, അത് പറയുന്ന സംഭവമാണ് ഇപ്പൊ അവർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ, പിന്നെ സമീപകാലത്ത് CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയൊരു സെമിനാറിൽ പങ്കെടുത്തു. പക്ഷെ പിന്നെ ബേബി മാഷ്, അതായത് MM ബേബി, അദ്ദേഹം വളരെ കൃത്യമായി വലിയ ഒരു കോൺട്രവേഴ്സി കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രഭാഷണം നടത്തി. പക്ഷെ ശേഷം പ്രസംഗിച്ചത് ഈ ആനിരാജയാണ്, ഇപ്പോൾ വയനാട് സ്ഥാനാർത്ഥി. ആനിരാജ പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: ഈ ത്വലാഖ്, പിന്നെ ഈ മുസ്ലിം സ്ത്രീകൾക്കിടയിലുള്ള വിവേചനം, ഇത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പമൊന്നും ഞങ്ങൾക്ക് മാർക്സിസ്റ്റുകാർക്ക് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ UCCയെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരു യൂണിയൻ സിവിൽ കോഡ് വരുമ്പോൾ ഉണ്ടാവുന്ന അപകടകരമായൊരു ധ്രുവീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നിങ്ങൾ തുടങ്ങിയതൊരു കോൺട്രവേഴ്സിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചില ന്യായീകരണങ്ങൾ എനിക്ക് പറയേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോഴും ഇടതുപക്ഷത്തിന് ഈ പറയുന്ന തീരുമാനങ്ങളെ മാറ്റാൻ കഴിയില്ല. അപ്പം പിന്നെ എന്ത് സംരക്ഷണമാണ്? അപ്പോൾ ഇത് കേവലം ഒരു വാചാടോപ സംരക്ഷണം മാത്രമല്ല, അത് വോട്ട് ബാങ്കിന് മാത്രം ലക്ഷ്യമിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ CAA വരുന്നു, CAA സംബന്ധിയായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളുന്നപ്പോൾ SKSF-ന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ മറ്റു മുസ്ലിം സംഘടന പ്രവർത്തകരൊക്കെ നടത്തിയ പല പ്രക്ഷോഭങ്ങളുടെയും പലതും പിന്നീട് കേസെടുക്കുന്നു. അതിനൊക്കെ പിന്നാലെ കോടതിയിൽ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. അതൊരു അനുതാപപൂർവമായ ഒരു സമീപനം ഒരിക്കലും ഗവൺമെന്റ് എടുത്തിരുന്നില്ല. പിന്നെ ഇപ്പൊ ഈ ഇലക്ഷന്റെ മുമ്പിലൊക്കെ വരുമ്പോൾ കുറച്ച് അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷെ അതല്ലല്ലോ അക്കാലത്ത്. അതായത് അന്ന് ഈ CAA-യുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ അത് നടത്തിയവർ, ഇപ്പോൾ ഞങ്ങൾക്കൊന്നും ഒരിക്കലും തീവ്രവാദ സംഭവവുമായിട്ട് ബന്ധമില്ല. അത്തരത്തിലൊരു മുദ്രാവാക്യം പോലും ഞങ്ങൾ വിളിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ അംഗീകരിക്കാറില്ല. കാരണം നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായ പക്വമായ ഒരു സമീപനത്തിലൂടെ പോകുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ബഹുസ്വരതയെ തകർക്കുന്ന ഒരു വാക്കും വർത്താനവും നമ്മൾ പരമാവധി, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചോണല്ല, ഒരു ന്യായമായ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ SKSF ഒക്കെ വളരെ കൃത്യമായി, ഇപ്പോൾ ഉദാഹരണത്തിന് SKSF ഒക്കെ എടുത്ത ഏറ്റവും വലിയ സ്റ്റെപ്പാണ് ഈ മനുഷ്യജാലിക പോലുള്ളതിലൊക്കെ ഒരു സൗഹൃദം നിലനിൽക്കണം, പ്രത്യേകിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കണം എന്ന് പറയണം. ഇങ്ങനൊരു സംഘടനയുടെ നേതൃത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലൊരു സ്വദേശപരമായ കേസെടുക്കലല്ലോ. ഇപ്പോൾ അത് വിഡ്രോ ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ അറിയാം. എത്ര കൊല്ലക്കാലം ഈ സാധുക്കളായ പ്രവർത്തകർ ഇടങ്ങാറാവുന്ന ഒരു അവസ്ഥ സംജാതമായി. അപ്പൊ ഈ ഒരു താൽക്കാലിക മുസ്ലിം സ്നേഹത്തിലൊന്നും ആരും വഞ്ചിതരാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകമാനം മുസ്ലിങ്ങൾ എന്തോ ഭയങ്കര അപകടകാരികളാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പരിപ്രേക്ഷ്യം വന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടാകുന്നു, പ്രത്യേകിച്ചിട്ട് BJP-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ വളരെ ചെറിയ വിഷയങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ തങ്ങളെപ്പോലെയുള്ള വലിയ പൊതുപ്രവർത്തകർക്കൊക്കെ വളരെ എല്ലാ തരത്തിലും എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. ഇതിനെ ഈ അപകടം ശരിക്കും കാണുന്നുണ്ട്. തീർച്ചയായും അതായത് നമ്മൾ കാണുക മാത്രമല്ല, അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലെന്നും നമ്മൾ നിലനിൽക്കാറുള്ളവരാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ എല്ലാവരുടേതുമാണ്. മാത്രമല്ല അവിടെ ജനാധിപത്യപരമായി നിയമപരമായി മാത്രമാണ് ഏതിനോടും നടത്തേണ്ട എതിർപ്പുകളും പ്രതിരോധവും ആവാൻ പാടുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിനോട് നമുക്ക് ചിലപ്പോൾ വിമർശനം ഉണ്ടാവും. പക്ഷെ ആ വിമർശനം ജനാധിപത്യപരമായിരിക്കണം. അതല്ലാത്ത മറ്റൊരു നിയമം കയ്യിലെടുക്കുന്ന ശൈലിയിലോ
രാജ്യത്തെ മറ്റു ഇതര സമൂഹങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലോ ഒരിക്കലും പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹം പോകാൻ പാടില്ല. എല്ലാ വിഭാഗം ആളുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കാണുന്നത് ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലും കാണും. ഇപ്പോൾ ഞാൻ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു അപകടം ക്രൈസ്തവ സമൂഹത്തിൽ ഇതുപോലത്തെ അതിതീവ്രമായ കാസയെ പോലുള്ള വരുന്നു എന്നുള്ളതാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ പുരോഹിതന്മാരായിട്ട് ഞാൻ അങ്ങനെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ്. കാരണം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത്തരം ആശങ്കകൾ പങ്കുവെക്കാറുണ്ട്. അവരും ആ ആശങ്കയിൽ ശരിക്കും നമ്മളോടൊപ്പം നിൽക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ രാജ്യം അങ്ങനെ തകരാൻ പാടില്ല. നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കേവലം ഒരു വാക്കുകൾ മാത്രമൊന്നുമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് നിർബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ നാട്ടിൽ എല്ലാവരും വേണം, എല്ലാവരും നിലനിൽക്കണം. നമുക്കൊക്കെ ഉള്ള അനുഭവം അത് തന്നെയാണ്. ഞാൻ ശങ്കര കോളേജ് പഠിച്ചതാണ്. ഞാൻ പ്രീ ഡിഗ്രി മുതൽ MA വരെ എൻ്റെ കൂടെ ഒരു ഭാഗത്ത് പിന്നെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഈഴവ സമൂഹത്തിൽ നിന്ന് വന്ന ആളാണ്. മറ്റു തൊട്ടടുത്തിരുന്നത് ഇപ്പം അദ്ദേഹം അവിടെ ശങ്കരയിലെ പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അനിൽ ഭവദാസ്. അതായത് പിന്നെ വെൺമണി കുടുംബത്തിൽപ്പെട്ടാണ്. അപ്പം രണ്ടുപേര് രണ്ട് സമൂഹങ്ങളിൽ നിന്നാണ്. അപ്പം അവരോടൊക്കെ ഉള്ള കുടുംബപരമായി പോലും ഞങ്ങളിപ്പോൾ എപ്പോഴും അവരെയൊക്കെ അവരുടെ അമ്മമാരെയും ഒക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ നാട് അങ്ങനെ പോകേണ്ടതാണ്. ഈ നാട്ടിലെ പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരിൽ ഇപ്പോൾ സമസ്ത പോലെയുള്ള പണ്ഡിത സംഘടനകൾ, അതല്ലാതെ തന്നെ ഈ സൂഫി ട്രഡീഷൻസ് നിലനിന്നിരുന്ന ഇപ്പോൾ മമ്പ്രന്തങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള ചരിത്രത്തിൽ പാണക്കാട് കുടുംബം ഇവരൊക്കെ ചെയ്തിരുന്നത് ഈ സൗഹൃദങ്ങളൊക്കെ നിരന്തരം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതല്ലാത്തതെന്തും അല്ലാത്ത രീതിയിലുള്ള എന്തു നീക്കവും അത് രീതിയിലുള്ള തീവ്രമായിട്ടുള്ള ചിന്തകൾ അത് രാജ്യത്തെ അപകടം ചെയ്യും. രാജ്യത്തെ അപകടം ചെയ്യുന്നത് മാത്രമല്ല, ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വളർത്താൻ അത് കൂടുതൽ കാരണമാവുക ചെയ്യാം. ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ പെരുമ്പാവൂരിലായിരിക്കും, നമ്മൾ ഇവിടുന്ന് അധിക ദൂരമില്ല കോതമംഗലത്തേക്ക്. ഈ കോതമംഗലത്ത് വെച്ചാണ് ഒരു അധ്യാപകനെ കൈവെട്ടിയ സംഭവം. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടാക്കിയ വിഷയങ്ങളാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. തങ്ങളെപ്പോലുള്ള ഇത്തരത്തിലുള്ള സമൂഹ പ്രവർത്തകർക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുകൾ വരെ ഉണ്ടാവാറുണ്ട്. ഇതിന് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത്തരത്തിലുള്ള NDF പോലുള്ള അല്ലെങ്കിൽ പിന്നീട് വേഷം മാറി വന്ന ചില പേരുകളിലൊക്കെ അറിയപ്പെട്ട സംഘടനകളൊക്കെ ഇതിനെങ്ങനെയാണ് ഈ സമസ്ത പോലുള്ള സംഘടനകൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? സമസ്ത അക്കാര്യത്തിൽ വളരെ കൃത്യമായ ബോധവൽക്കരണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച NDF പോലുള്ള സംഘടനകൾ വരുമ്പോൾ അതിനെതിരായി ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഷംസുലമ, അതായത് സംസ്ഥയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷംസുലമ, ഈ ഖുർആൻ പഠന ക്ലാസ്സുകൾ എന്ന പേരിൽ ഇവർ മെഴുകുതിരി വെട്ടത്തിലിരുത്തി പഠിപ്പിച്ച സമയം. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഷംസുലമ പറഞ്ഞൊരു കാര്യം തന്നെ, ഖുർആൻ തന്നെ വെളിച്ചമായിരിക്കെ അതെന്തിനാണോ ഇരുട്ടിലിരുത്തി പഠിപ്പിക്കുന്നത്? അതായത് അത് ഇരുട്ടത്ത് പഠിപ്പിക്കേണ്ട ഒന്നല്ലല്ലോ, വെളിച്ചത്ത് പറയേണ്ടതല്ലേ, അത് തന്നെ വെളിച്ചാണല്ലോ, പിന്നെ ഇങ്ങനെ ഇരുട്ടത്ത് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇരുട്ടത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അവർക്ക് വേറെ എന്തൊക്കെയോ ചിലതാണ്. അപ്പോൾ അന്ന് തന്നെ അതിനെതിരെ വളരെ താത്വികമായി സൈദ്ധാന്തികമായി പോരടിച്ചൊരു സംഘടനയാണ് സമസ്ത. പ്രത്യേകിച്ച് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SKSSF. നമ്മളൊക്കെ അതിൻ്റെ ആ ഒരു കാലഘട്ടം ശരിക്കും ഓർക്കുന്നു. സ്റ്റേറ്റ് ഭാരവാഹിയായി അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെന്നല്ല അതിൻ്റെ മുൻഗാമികളും എല്ലാവരും ശരിക്കും വളരെ ശക്തമായി സൈദ്ധാന്തികമായ ഒരു പോരാട്ടം നമ്മൾ ആ സമയത്ത് നടത്തിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ റിപ്പബ്ലിക് ഡേയോടൊപ്പം അനുബന്ധിച്ച് ഇപ്പോഴും SKSF പിന്നെ മനുഷ്യജാലിക നടത്തുന്നു. അതെന്തിനാന്ന് വെച്ചാൽ എല്ലാവരെയും കൂട്ടിച്ചേർത്ത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവരുടെ അജണ്ടകളെ തകർക്കുക ചെയ്തു. കേരളത്തിൽ അത് വേണ്ടത്ര ഓടാതിൻ്റെ ഒരു കാരണം മുസ്ലിം സംഘടനയുടെ അവയർനെസ്സാണ്. പ്രത്യേകിച്ച് സമസ്ത പോലത്തെ സംഘടനയുടെ സാന്നിധ്യമാണ്. അതിൽ സംശയമൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ്, അതിലും സംശയമില്ല. പ്രത്യേകിച്ച് പാണക്കാട് കുടുംബമൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സംയമനത്തിൻ്റെ ഒരു മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഇതൊന്നും വേണ്ടത്ര വേരോടാവുക. അത് വേരോടുന്നത് എന്തായാലും സാമൂഹിക ധ്രുവീകരണത്തിനല്ലാതെ വേറൊന്നിനും ഉതകൂലാന്ന് അത് കൃത്യമായി മുസ്ലിം സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ അപകടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് വല്ലാതെ വേരോടാൻ കഴിഞ്ഞില്ലല്ലോ അതിന്. നമുക്കറിയാം, ഈ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്ന കൊലപാതകങ്ങൾ, പിന്നെ പാലക്കാട് നടന്ന കൊലപാതകങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 2 കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു വല്ലാത്ത തരത്തിലൊരു ഭീതിയുണ്ട്. ഇപ്പം ആലപ്പുഴയിൽ ഇപ്പോഴും അതിൻ്റെ ചില പ്രതിധ്വനികൾ ഉണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ വേണ്ടിയാണ് സഹായിച്ചത്. ഇതെന്തുകൊണ്ടാണ് ഇത്തരം ഈ സംഘടനകൾ, അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ സംഘടനകൾ മനസ്സിലാക്കാതെ പോകുന്നത്? അതെ, അവർ വൈകാരികമായി പ്രതികരിക്കുക, പ്രത്യേകിച്ച് അവർക്ക് ചില പ്രത്യേക ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതിന് അപ്പുറം ഈ പറയുന്ന ഒരു ഉന്നതമായ ലക്ഷ്യബോധം അവർക്ക് ഉണ്ടാവുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിരോധം ഇങ്ങനെ അക്രമാസക്താവുമ്പോഴേ അത്തരം ചിന്തയുള്ള കുറേ ആളുകളെ കിട്ടുള്ളൂ. കുറേ വൈകാരികമായി ചിന്തിക്കുന്ന ആളുകൾ എല്ലാ സമൂഹത്തിലും ഉണ്ടാവുമല്ലോ. അത്തരം ആളുകളെ കൊണ്ടുനടക്കാൻ വേണ്ടിയുള്ള ഒരു അജണ്ട മാത്രമായിട്ട് അതിനെ കാണാൻ ചെയ്തത്.
പക്ഷെ നമ്മളെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹ നേതൃത്വം അതിനെയൊക്കെ ശക്തമായി തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷയും, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിന്റെ പ്രതീക്ഷ. എല്ലാ സമൂഹത്തിലും എല്ലാ കാലത്തും. അതിപ്പോ ഈ കൈവെട്ടൽ നേരത്തെ പറഞ്ഞല്ലോ, കൈവെട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പണ്ഡിത സമൂഹം എത്ര ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. ഒരുപക്ഷെ അതുപോലെ തിരിച്ചുള്ള പലതിലും പ്രതികരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അത് മാത്രമല്ല, അതിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അതിനെ അംഗീകരിച്ചിട്ടില്ല. ഇല്ല അദ്ദേഹത്തിന് പിരിച്ചുവിടുക ചെയ്തത്. അതെ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് വളരെ നല്ല ഒരു സമീപനമാണ് ആ കാര്യത്തിൽ എടുത്തത്. അത് തിരിച്ചുവിട്ടു. പക്ഷെ ഇതില് സംഭവം അദ്ദേഹം ചെയ്ത ഒരു ശൈലി, അന്ന് ബേബി എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് അധ്യാപകർക്കിടയിൽ ഇത്ര വലിയൊരു മണ്ടൻ ഉണ്ടായെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞൊരു പ്രസ്താവന ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ആ രീതിയിൽ അദ്ദേഹം ചെയ്ത ഒരു, പക്ഷെ അതിനൊന്നും ഇതല്ല വേണ്ട. ശിക്ഷ കൊടുക്കുക, അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബൗദ്ധിക സംവാദങ്ങളില്ലേ. എന്താണ് പ്രവാചകൻ, ആരായിരുന്നു പ്രവാചകൻ, എന്താണ് പ്രവാചക ധർമ്മം. കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേകത, ഇവിടെ നവോത്ഥാന ചരിത്രം ഉണ്ടല്ലോ. നാരായണഗുരുവിനെ പോലെ വലിയ വലിയ മനുഷ്യന്മാർ ജീവിച്ച നാടല്ലേ. ജാതിയും മതവും ഒക്കെ പറഞ്ഞ് തമ്മിലടിച്ചവർക്കെതിരെ ഏറ്റവും ശക്തമായി പറയുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അനുകമ്പ ദശകത്തിൽ പറഞ്ഞു വെച്ച ഒന്നാണ് കാരുണ്യവാന്യ വിമുക്തുരക്തം. ഈ ചോദ്യം ചോദിക്കുന്ന ഒരാള് കേരളത്തിൽ ജനിച്ച മനുഷ്യൻ. അവിടെ ഇപ്പം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ ശിവരിൽ പോകാറുണ്ട്, ഞാൻ അത്തരം ആശ്രമങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ നാടിന്റെ ഒരു മനസ്സ് അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ബൗദ്ധിക സംവാദത്തിന്, അല്ലാതെ തർക്കങ്ങൾക്കല്ല, ബൗദ്ധികമായ അറിവ് പകരുകൾക്ക്, അതാണല്ലോ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനാന്ന് പറഞ്ഞു. ആ ഒരു മനോഹരമായ ഒരു കാഴ്ചപ്പാടിന് വലിയ സാങ്കത്യവും അതിന് പ്രാധാന്യമുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അതുകൊണ്ട് അതിന് കൈവിട്ടാനല്ലോ വേണ്ടത്. എന്താണ് പ്രവാചകൻ, വളരെ സൗമ്യമായി പറഞ്ഞു കൊടുക്കാവുന്നതല്ലേ. അതിനുവേണ്ടി ഇത്തരം ഏതു തീവ്ര നിലപാടും ഒരിക്കലും ഒരാളെയും നന്നാക്കല്ല ചെയ്യാം, നശിപ്പിക്കാൻ. അത് സമൂഹത്തെ മൊത്തം നശിപ്പിക്കാം, അവരെ മാത്രമാണ് പ്രശ്നം. ഇവ പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, എത്ര വലിയ ശത്രുവിനെ പോലും സൗമ്യമായി സംസാരിക്കുക എന്നുള്ളതാണ്. അതല്ലേ ഏറ്റവും നല്ലത്, അതല്ലേ ശരിയും. നമ്മൾ അറിയാം, ഈ ചില ആളുകളൊക്കെ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രൊപ്പഗണ്ട ഉണ്ടാക്കുകയും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ വരുന്നത്. ഇപ്പോൾ കേരള ഈ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഒരു വർഷം മുന്നേ തന്നെ ആളുകൾ തള്ളിക്കളഞ്ഞ സിനിമയാണ്. പക്ഷേ എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പല സ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നു, വീണ്ടും അത് ചർച്ചയാക്കപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെ ആടുമയ്ക്കാൻ വേണ്ടി പോയി വിദേശത്തേക്ക് പോയ കുറേ ആളുകൾ, അവരെക്കുറിച്ച് ചർച്ച വരുന്നു. അത് ലവ് ജിഹാദിൻ്റെ ആണെന്ന് പറയുന്നു. ഒരുപാട് ഹിന്ദു കുട്ടികളെ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ കുട്ടികളെ, പെൺകുട്ടികളെ ഈ ലവ് ജിഹാദിൽ പെടുത്തി കൊണ്ടുപോയി എന്ന് പറയുന്നു. അതിന് സഹായകരമാകുന്ന രീതിയിലുള്ള കേരള സ്റ്റോറി എന്നുള്ള സിനിമ പ്രദർശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിൽ നിന്നും വലിയ അറ്റാക്കായി സമൂഹത്തിനെതിരെ. ഇതിൽ യഥാർത്ഥത്തിൽ ഇത്തരം കൈവെട്ട് പോലെയുള്ള ചെറിയ സംഭവങ്ങൾ കൂടി ആഡ് ചെയ്യപ്പെട്ടപ്പോൾ ഇത് പുറത്തുനിന്നുള്ള ആളുകളെ അത് പർവ്വതീകരിക്കപ്പെട്ട് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ ഇത്തരം സംഘടനകൾക്ക് വലിയ പങ്കില്ല. തീർച്ചയായും അല്ല, അവർക്ക് പങ്കുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മറുഭാഗത്ത്, അതായത് അങ്ങനെ ചിന്തിച്ച് ഇത് കൊണ്ടുവരണം, ഇങ്ങനെ ഒരു അജണ്ട കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ടീമും ഉണ്ട്. സത്യത്തിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല അതിന്റെ ആ ടെർമിനോളജിയുടെ രണ്ടും കൂടി ചേർന്ന്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ധാർമ്മിക പോരാട്ടം എന്ന് പറയാം. ഈ ധാർമ്മിക പോരാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചെയ്യുന്ന പോരാട്ടം പോലും ധാർമ്മിക പോരാട്ടം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളൊരു വലിയ യുദ്ധം ജയിക്കണം. അപ്പോൾ ആ അനുയായികൾ ചോദിച്ചു, ഞങ്ങളൊരു യുദ്ധം ജയിച്ചു വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ആകെ ശാരീരികമായി പറഞ്ഞ വൈകാരിക ജയം ഉണ്ടല്ലോ, അവനവനെ ജയിക്കാന്ന്. ആ അവനവനെ ജയിക്കുന്നതാണ് ഏറ്റവും വലിയ യുദ്ധം. ഈ പോരാട്ടം നടത്താത്തവരാണ് മറ്റൊരു പോണത്. അത് തന്നെയാണ് അപകടം. കാരണം അവനവനെ ജയിക്കുക എന്ന് പറഞ്ഞുകൊടുത്ത് അവനെ ആത്മീയമായി പരിശീലിപ്പിക്കുക, അവനെ സ്വയം ശുദ്ധീകരിക്കുക, ധാർമ്മികമായി കൂടുതൽ കൂടുതൽ ശക്തമാക്കുക എന്നൊക്കെ പറയുന്ന സംഭവം. ഇത് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു അന്യസ്ത്രീ എന്ന് പറയുന്നിടത്ത് നമ്മൾ കാണേണ്ടത് ഒരു മതവിശ്വാസത്തിൽ അന്യമായി നിൽക്കുക എന്ന് മാത്രമല്ല കേട്ടോ. മറിച്ച് ഇപ്പോൾ മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ പോലും എനിക്ക് അവൾ അന്യയാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് എൻ്റെ ബ്ലഡ് റിലേഷനിൽ വരാത്തതാണെങ്കിൽ ആ മുസ്ലിം പെൺകുട്ടി എനിക്ക് അന്യയാണ്. അങ്ങനെ വരുന്നിടത്ത് ആ കുട്ടിയോട് പെരുമാറുന്നിടത്ത് പിന്നെ അവരെ ശാരീരികമായോ അല്ലെങ്കിൽ മറ്റേതിൻ്റെ അർത്ഥത്തിലോ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത് തെറ്റാണ്. അതേ തത്തുല്യമായ തെറ്റാണ് മറുഭാഗത്തു നിന്നൊരു പെൺകുട്ടി, അതായത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പ്രമാണം അതാണ്. അതേസമയം പ്രണയം എന്ന് പറയുന്നൊരു സ്വാഭാവിക രീതി എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ അത് വന്നാൽ പോലും ഇതിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണമെന്നാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതിപ്പോൾ കേരളത്തിലെ ഇപ്പം നമ്മൾ കണ്ടെടുത്തോളം കേരളത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും സംഭവിക്കുന്ന ഒന്നാണ്.
സ്വാഭാവികമായിട്ട് അവിടെ ക്യാമ്പസിൽ വരുമ്പോൾ ക്യാമ്പസിൽ ഇങ്ങനത്തെ പ്രണയങ്ങൾ ഉണ്ടാവും. ആരോഗ്യപരം എന്ന് പറയാവുന്ന, അതായത് സാധാ സമൂഹങ്ങൾ പറയുന്ന ആരോഗ്യപരമായിട്ടുള്ള മുസ്ലിം പെൺകുട്ടികളെ ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കല്യാണം ചെയ്യാൻ എനിക്കറിയാം. അത് ഉണ്ട്. അല്ല, അതേ പറഞ്ഞ ചിലപ്പോഴൊക്കെ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോയി അതിന്റെ ആ ശേഷം പിന്നീട് അത് കുറെ കഴിയുമ്പോൾ ആ ബന്ധമൊക്കെ തകർന്നു പോകുന്ന ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കാണും. ഇതൊക്കെ പക്ഷെ അതിനൊന്നും ഒരു വർഗീയമായ ഒരു തിരക്ക് കൊടുക്കണമില്ല. ഒരു മാതാപിതാക്കൾക്ക് ചില സ്വാഭാവികമായിട്ട് ജാഗ്രത ഉണ്ടാവും. കാരണം എൻ്റെ മോളെ ഞാൻ വളർത്തി കൊണ്ടുവന്നിട്ട് ഞാനാണ് സ്വാഭാവികമായിട്ട് എൻ്റെ അധികാരിയായി മാറാം. അതിനിപ്പോൾ മറ്റ് സ്വതന്ത്ര ആശയവാദങ്ങളൊക്കെ എന്ത് കൊണ്ടുവന്നാലും ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് എൻ്റെ മകളെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, എങ്ങനെയാണ് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്. ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായി അവൾ പോകുന്നു പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റിയെ ഒരിക്കലും ലക്ഷീകരിക്കരുത്. ആ ഒരു ലക്ഷീകരണം ദൗർഭാഗ്യവശാൽ ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് വന്നു. നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞതാണ് ഇതിൽ എവിഡൻസ് ഒന്നുമില്ല. കേന്ദ്ര സർക്കാർ നമ്മുടെ സർക്കാർ ശരിക്കും ഈ ഇവിടെ നമ്മുടെ പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബെന്നി ബെഹനാന്റെ ചോദ്യമാണ് അന്നത്തെ പാർലമെന്റിലെ ചോദ്യം. അന്നത്തെ ആഭ്യന്തര അങ്ങനെ ഒരു എവിഡൻസും ഇല്ല എന്നാണ് അന്ന് മറുപടി കിട്ടിയത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട യാതൊരു എവിഡൻസും ഇല്ല. ആ ടെർമിനോളജി തന്നെ സർക്കാരിന് മനസ്സിലായിട്ടില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇതിനു വേണ്ടി പണിയെടുക്കണമെങ്കിൽ പോലും സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞത് ആ ടെർമിനോളജിയെ കുറിച്ച് നമുക്കൊരു വിവരമില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് മുമ്പ് ഈ സ്പ്ലിറ്റ് വല്ലാതെ കൂടി വന്നൊരു സമയമുണ്ട്. അന്ന് കുറേ വിവാദങ്ങൾ ഇത്തരം വന്നു. ലവ് ജിഹാദ് വന്നു, പിന്നെ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞ വലിയ അതായത് അങ്ങനെ സംഭവമില്ല. ഒരു മദ്രസ അധ്യാപകനും ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നില്ല. പക്ഷെ ഇത് വെറുതെ പറഞ്ഞ ഒരു സംഭവം. അന്നത്തെ മന്ത്രിയുടെ പ്രത്യേകിച്ച് കെ ടി ജലീലിന്റെ ചില പ്രസംഗങ്ങളൊക്കെയാണ് കാരണമായി തരുന്നത്. ഈ ഒരു വലിയ പ്രശ്നം നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില പാതിരിമാരെ നമ്മൾ ആ ഒരു സൗഹൃദം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വിളിച്ചു കൂട്ടി. ഞാനുണ്ട്, എൻ്റെ ഒന്നും സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വിളിച്ചു കൂട്ടിയപ്പോൾ വളരെ തീക്ഷ്ണമായിട്ട് അതിൽ ചില ആളുകൾ സംസാരിച്ചു. ഇത് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നെ എന്താ സമാധാനം ഉണ്ടാവുക, എന്താ സൗഹൃദം ഉണ്ടാവുക, നിങ്ങൾ എന്തിനായിരിക്കണം എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിനൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ഡാറ്റകൾ എടുക്കുക, ആ ഡാറ്റകളെ ബേസ് ചെയ്തിട്ട് സംസാരിക്കാം, നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞു. അവർ വളരെ ആത്മാർത്ഥമായിട്ട് കേട്ടോ, അല്ലാതെ അവർ അതിനെ ഒന്നും ഇതില്ല, വളരെ ആത്മാർത്ഥമായിട്ട് അത് പഠിച്ചു വന്നിട്ട് അവർ പറയാണ് ഇതൊക്കെ തീർത്തും വസ്തുതാപരമല്ലാത്ത കുറേ അബദ്ധ വാക്കുകൾ മാത്രമാണ്, പ്രസ്താവനകൾ മാത്രമാണ് എന്ന് അവരാണ്, അതായത് നമ്മുടെ കൂടെ ഇരുന്ന പാതിരികളായ സുഹൃത്തുക്കളും പിന്നെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സെമിനാറിലെ ബ്രദേഴ്സായിട്ടുള്ള സുഹൃത്തുക്കളും ചെറുപ്പക്കാർ എത്രത്തോളം എന്ന് വെച്ചാൽ ആ ചർച്ചയ്ക്ക് ഒടുക്കം ഇങ്ങനെ പോലും ചോദിച്ചു. മുതിർന്ന ചില പാതിരിമാർ പുരോഹിതന്മാരോട് ഇവർ ചോദിക്കുകയാണ്, ഇത്തരം കാര്യങ്ങളിൽ അനീതി കണ്ടാൽ മൗനം ദീക്ഷിക്കാൻ നമുക്ക് എന്ത് അധികാരം അച്ചോ എന്ന് വരെ ചോദിക്കുന്നത് ഞാൻ കേട്ടാണ്. അപ്പം നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും ഇതുപോലത്തെ സൗഹൃദത്തിലാണ്, ആരും അനീതിക്ക് വേണ്ടി ആഗ്രഹിക്കില്ല. പക്ഷെ ആരോ ചിലർ അതിനുവേണ്ടി ചിന്തിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറി പോലുള്ളത്. ഇപ്പോൾ ഈ അറബ് നാടുകളുടെ പ്രശ്നങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ ഈ കാട്ടറബി എന്നൊക്കെ പറയുന്നത് ഈ ബെദോവിൻസ് ആയിരുന്നല്ലോ അറബികൾ ഒരു കാലത്ത്. അവരെ സംസ്കരിച്ച് തന്നെ ഇസ്ലാമാണ്. ഒരു വളരെ ബെദോവിൻസ് ആയിരുന്ന ഒരു ടീമാണ്. ഒന്നും അങ്ങനെയല്ല. അങ്ങനെ ഇപ്പോഴും ഈ ആ മരുക്കാട്ടിലൂടെ നടക്കുന്ന സാധുക്കളായ മനുഷ്യരാണ്. ആട് ജീവിതത്തിലൊക്കെ പറയുന്ന പോലെയുള്ള അറബികൾ ഇപ്പോഴും നമ്മൾ ആ മരുക്കാട്ടിൽ. പക്ഷേ രണ്ട് കാര്യമുണ്ട്, അതായത് അവർക്ക് ഇത്തരം ചില സംഭവങ്ങളിലൊക്കെ ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും അത്ര നിഷ്കളങ്കരുമാണ്. നമ്മൾ ചില സാധുക്കളായ ചില സഹോദരന്മാരെ കണ്ടിട്ടില്ല, അതേപോലെയാണ് അവർ. ചിലപ്പോൾ ക്രൂര പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിയാലും അതേപോലെ നിഷ്കളങ്കരാണ് എന്നും പോലെയാണ് അവർ. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ആടുജീവിതത്തിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് ഈ അറബ് സമൂഹത്തെ മുഴുവൻ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഈ അറബ് സമൂഹം ചെയ്തു വെച്ച ഉദാരതയുടെയും നന്മയുടെയും ഒക്കെ അടിസ്ഥാന ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ് മലയാളി. അതിന് മുസ്ലിം ഭേദമൊന്നുമില്ല. ഇത്രയേറെ റവന്യൂ, ഇത്രയേറെ വിദേശ നാണയം, അല്ലാണ്ട് ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ കേരളം ഇത്ര വ്യവസ്ഥാപിതമായി വന്നത് തന്നെ ഗൾഫ് രാജ്യങ്ങളാണ്. ആ ഗൾഫ് രാജ്യങ്ങൾ അതിപ്പോ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഷെയ്ഖ് സായിദിനെ പോലത്തെ വലിയ മനുഷ്യന്മാർ. ഇപ്പൊ യുടെ പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ഖ് സായിദ്, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു നന്മക്കൊന്നും അളവില്ല. ഇത്ര സൗഹൃദം, പ്രത്യേകിച്ച് യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഷെയ്ഖ് സായിദാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം അത് ഒരു ഇന്ത്യൻ ഒരു രാജ്യത്ത് ചെന്നിട്ട് ആ രാജ്യത്തെ വലിയൊരു സിംഹഭാഗം എന്ന് പറയുന്ന പോലെയുള്ള ബിസിനസ്സുകൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളാണ് ഈ അന്തരിക്കുണ്ടാവുക. അങ്ങനെ ഒരാൾ എന്തിന് നമ്മുടെ രാജ്യത്ത് വന്ന് രാജ്യത്തെ ഒരു വലിയ ഒരു കുടുംബത്തിലെ മെമ്പറായി
ആ രാജ്യത്തെ പ്രധാനമന്ത്രി വരെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഭാര്യയായി ഈ രാജ്യത്തിൻ്റെ മണ്ണിനോടും ആത്മാവിനോടും ചേർന്ന് അവരുടെ അമ്മായിയമ്മ മരിക്കുമ്പോൾ ആ ചോരവാർന്ന ശരീരം എടുത്തു വച്ച് അങ്ങനെ ജീവിച്ച ഒരു സ്ത്രീ പ്രധാനമന്ത്രിയാകും എന്ന് വരുമ്പോൾ പോലും ഇറ്റലിക്കാരി എന്ന് വിളിച്ചവരാണ് നമ്മുടെ നാട്. അതേസമയം അവിടെ അങ്ങനെയൊക്കെ ജീവിക്കും. അപ്പൊ ആ സൗമ്യമായ മനസ്സുകളെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവരത്രയേറെ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരാണ് അറബ് സമൂഹം. പിന്നെ അതിൽ ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ ലോകത്ത് എവിടെ പോയാലാണ്. ഇവിടെയൊക്കെ ചില പിന്നെ ഈ പശ്ചിമ ബംഗാൾ സുഹൃത്തുക്കൾ വരുമ്പോൾ നമ്മളെ കാണിക്കുന്ന അവമതിപ്പിന് വല്ല കണക്കുണ്ടോ? അങ്ങനെയൊക്കെ നോക്കിയാൽ. പക്ഷെ അതൊക്കെ ഒരു ചെറിയ ഉദാഹരണം. ഈ ചെറിയ ഉദാഹരണങ്ങളെ കൊണ്ടുവച്ചിട്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെയൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വലിയ മാരകമായ പ്രശ്നമാണ്. നമ്മളല്ലെങ്കിൽ ഈ മിസ്കൺസെപ്ഷൻസ് ആണ് കൂട്ടുന്നത്. അതാണ് പ്രശ്നം. വരാനിരിക്കുന്ന ഇലക്ഷനിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതിനെ വയ്ക്കാം. അതായത് ന്യൂനപക്ഷ സമുദായം യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന വലിയൊരു അപകടത്തെ മുന്നിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇത്രയേറെ സംസാരിച്ചെന്ന് മനസ്സിലാകുന്നത്. അതിനെ നേരിടാൻ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി തന്നെ ഈ ഇലക്ഷനിൽ വിധിയെഴുത്തിലൂടെ നേരിടാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായും നമ്മൾ അതായത് ചിന്തിക്കുന്ന ആരും ഇന്ത്യയുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ മനസ്സിലാക്കാൻ ആരും ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയെ ഇപ്പോൾ അതിൻ്റെ ഉള്ളടക്കമായി നിൽക്കുന്നപ്പോൾ UDF-നെ, മുസ്ലിം ലീഗിനെ, ഇപ്പോൾ നമ്മൾ CPM-നെ പറയുമ്പോൾ CPM പുറത്താണ്. ഇവിടെ ഇപ്പോൾ അതില്ല. അങ്ങനെയൊക്കെ ഇവിടെ ഇല്ല, പുറത്തും ഇല്ല. അല്ല, പുറത്തും പലപ്പോഴും വേണ്ട പോലെ ഇല്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംശയിക്കാണ്, വേണോ വേണ്ടയോ എന്നൊക്കെ സംശയിക്കാണ്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടത് വളരെ ബുദ്ധിപരവുമായി പക്വമതികളും പ്രാപ്തരുമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മതേതര കക്ഷിയുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ UDF-ൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിചയസമ്പന്നരായ, അതായത് ഈ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ പ്രൊസീജിയറുകളെ കുറിച്ച് നേരത്തെ പോലും അറിയുന്ന ആളുകളും ഭാഷാ വൈദഗ്ധ്യമുള്ള ആളുകളുമായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ എന്തിനു പോകണമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ നാളത്തെ ഇന്ത്യ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ക്രൂഷ്യലായ സന്നിഗ്ധമായൊരു ഘട്ടത്തിൽ ഒട്ടും മടിക്കാതെ രാജ്യത്തെ പ്രതിരോധിക്കാൻ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ ഈ സ്ഥാനാർത്ഥികളെ നിൽക്ക് വിജയിച്ചു പോകേണ്ടതാണ്. ഇനി ഒരു പക്ഷേ ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും അവസാന കോളായാൽ ദ ലാസ്റ്റ് കോൾ ഓഫ് അവർ ഡെമോക്രസി എന്ന് പറയുന്നൊരവസ്ഥയാണെങ്കിൽ, അങ്ങനെ വരാതിരിക്കത്തില്ല എന്നാണ് പ്രാർത്ഥന. പക്ഷേ അങ്ങനെ ആശങ്കിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ വളരെ പക്വമായി 1000 വട്ടം ആലോചിച്ചിട്ടല്ലാതെ ഒരു വോട്ടറും വോട്ട് മറ്റെല്ലാ നൈമിഷികമായ വികാരങ്ങളും, നൈമിഷികമായ കുറേ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഏത് പ്രചരണങ്ങളും, അത് കുപ്രചരണവും ഇനിയിപ്പോൾ ശരിയായ പ്രചരണം തന്നെ ആയിക്കോട്ടെ, പക്ഷെ അതിനൊക്കെ അതിൻ്റെ വൈകാരിക തലത്തിൽ മാത്രം ആലോചിച്ചുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച് ചെയ്യേണ്ടത് ഈ ഇന്ത്യ മുന്നണിയെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ആവശ്യമായ സപ്പോർട്ടിങ് ഏറ്റവും ആദ്യം ആരാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ നമ്മുടെ മനസ്സാക്ഷി കൊണ്ട് ആലോചിക്കുക. ഏറ്റവും ആദ്യം രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്ന എൻ്റെ മുമ്പിലുള്ള സ്ഥാനാർത്ഥി ആരാണ്? ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കേണ്ടതാണെന്ന് പറയലാണ് എൻ്റെ ലക്ഷ്യം. കാരണം അതാണ് ഇന്ന് ഏറ്റവും പ്രധാനം. അത് നടക്കേണ്ടതുണ്ട്. കാരണം അത്ര സങ്കീർണവും സന്ദിഗ്ധവുമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു വിജയം ഉണ്ടാവും എന്നുള്ള വിശ്വാസം നമുക്ക് പിരിയാം. തീർച്ചയായും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ.